ഹായ് ഹലോ, ഞാൻ ഇന്നിവിടെ മേക്ക് ചെയ്യാൻ പോണത് ഒരു ക്രോഷ്യ ടോപ്പാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ? അതിനായി ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഹോബി സ്റ്റോറിന്റെ മൾട്ടി കളർ യാൺ. ഏത് ബ്രാൻഡിന്റെ യാൺ വാങ്ങിച്ചാലും അതിന്റെ ലേബിളില് ബാക്ക് സൈഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഡീറ്റെയിൽസും. ആ ഡീറ്റെയിൽസിൽ പറഞ്ഞേക്കുന്ന പോലെ 3M ക്രോഷ്യ ഹുക്കാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. എല്ലാ പ്രോഡക്ട്സും സ്റ്റാർട്ട് ചെയ്യണത് ഫൗണ്ടേഷൻ ചെയ്യുന്നിട്ടാണ്. ഫൗണ്ടേഷൻ ചെയ്യുന്ന ഇവിടെ 120 ആണ് ഞാൻ ഇട്ടേക്കുന്നത്. അതായത് തിക്കർ യാണാണെങ്കിൽ നമുക്ക് കുറച്ച് ചെയിൻസ് മതിയാവും. തിന്നർ യാണാണെങ്കിൽ നമ്മൾക്ക് കുറേ ചെയിൻസ് ഇടേണ്ടതായിട്ട് വരും. ഞാനിവിടെ ചെയ്യുന്നത് ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്രോഷ്യ ടോപ്പാണ്. കുറച്ചുകൂടി എളുപ്പത്തിൽ ഞാനത് പറഞ്ഞു. 120 ചെയിൻസിന് ശേഷം റൗണ്ട് 1 സ്റ്റാർട്ട് ചെയ്യും. റൗണ്ട് 1 8 ചെയിൻ സ്കിപ്പ് ചെയ്ത് 9th ചെയിനിൽ 1 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ദെൻ 5 ചെയിൻസ്. ആഫ്റ്റർ 2 ചെയിൻസ് സ്കിപ്പ് ചെയ്ത് 3rd ചെയിനിൽ 1 സിംഗിൾ ക്രോഷ്യ ചെയ്യുക, 5 ചെയിൻസ് ചെയ്യാം. ഇത് എൻഡ് വരെ റിപ്പീറ്റ് ചെയ്യാം. അതായത് 5 ചെയിൻസ് ഇടുക, 2 ചെയിൻസ് സ്കിപ്പ് ചെയ്യുക, 3rd ചെയിനിൽ 1 സിംഗിൾ ക്രോഷ്യ, 5 ചെയിൻസ്. ഇത് എൻഡ് വരെ റിപ്പീറ്റ് ചെയ്ത് ലാസ്റ്റ് ചെയിൻ വരെ കൊണ്ടുവരാം. റൗണ്ട് 2 സ്റ്റാർട്ട് ചെയ്യണത് 6 ചെയിൻ ഇട്ടിട്ടാണ്. 6 ചെയിൻ കഴിഞ്ഞ് നമ്മൾ ചെയിൻ സ്പേസിൽ ഇനി വരുന്ന ഫസ്റ്റ് ചെയിൻ സ്പേസിൽ നമ്മൾ 1 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഇനി 5 ചെയിൻസ് ഇടാം. 5 ചെയിൻസ് ഇട്ടതിന് ശേഷം നെക്സ്റ്റ് ചെയിൻ സ്പേസിൽ 1 സിംഗിൾ ക്രോഷ്യ ചെയ്യാം, 5 ചെയിൻസ് ഇടാം. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഇനി വർക്ക് ചെയ്യുന്നത് മുഴുവനും ചെയിൻ സ്പേസിലാണ്. ലാസ്റ്റ് ചെയിൻ സ്പേസിൽ 1 സിംഗിൾ ക്രോഷ്യ ചെയ്യാം, 3 ചെയിൻസ് ഇടാം. 2 ടൈംസ് യാൺ ഓവർ ചെയ്തതിന് ശേഷം ഫൗണ്ടേഷൻ ചെയിൻ്റെ 3rd ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാം. ഇനി 6 ചെയിൻസ് ഇടാം. 6 ചെയിൻസ് ചെയ്ത് ടേൺ ചെയ്ത് റൗണ്ട് 3 സ്റ്റാർട്ട് ചെയ്യാം. തേർഡ് റൗണ്ടിൽ ഫസ്റ്റ് ചെയിൻ സ്പേസ് സ്കിപ്പ് ചെയ്ത് സെക്കൻഡ് ചെയിൻ സ്പേസിലാണ് 1 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഇനി 5 ചെയിൻസ് ഇടാം. നെക്സ്റ്റ് ചെയിൻ സ്പേസിൽ സിംഗിൾ ക്രോഷ്യ ചെയ്യാം, 5 ചെയിൻസ് ഇടാം. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് ടോപ്പിന് എത്ര ലെങ്ത് വേണം അതുവരെ 2 and 3 റൗണ്ട്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം. 2 സൈഡിലെയും സ്റ്റിച്ചസ് മാറിപ്പോവാതിരിക്കാനായിട്ട് ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഫൗണ്ടേഷൻ ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് യാൺ ബാലൻസ് ഉണ്ടാവും. ആ സൈഡ് നോട്ട് ചെയ്യാം. ആ സൈഡിലാണ് നമ്മൾ 6 ചെയിൻസ് ഇടുന്നതും നെക്സ്റ്റ് ചെയിൻ സ്പേസിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതും. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് 3 ചെയിൻസും 1 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാം. ദെൻ ഫസ്റ്റ് ചെയിൻ സ്പേസ് സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് ചെയിൻ സ്പേസിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സൈഡും നമുക്ക് മാറിപ്പോകില്ല. ഇതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലീവ്സിന്റെ വീഡിയോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അതായത് 85 ഫൗണ്ടേഷൻ സ്റ്റിച്ചസ് ആണ് ഞാൻ ഇതിൽ എടുത്തേക്കുന്നത്. ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ചെയ്തത് എങ്ങനെയാണ് അതുപോലെ തന്നെ നമുക്ക് എത്ര ലെങ്ത്തിൽ സ്ലീവ് വേണം അത്രയും ലെങ്ത്തിൽ നമുക്ക് ആ ഫൗണ്ടേഷൻ ചെയിൻസിൽ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. ഞാനിവിടെ 85 സ്റ്റിച്ചസ് എടുത്തെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അത്രയും എടുക്കാം. ഇതിപ്പോൾ സ്ലിം ഫിറ്റ് ആയിട്ട് വരും, കുറച്ച് ടൈറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ലൂസ് ആയിട്ടുള്ള സ്ലീവ് ആണ് വേണ്ടതെങ്കിൽ അതുപോലെ എടുക്കാം. ഇനി ജോയിനിങ് പോർഷൻ ആണ് വരുന്നത്. ഫ്രണ്ടും ബാക്കും സൈഡും നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം.